ചാരു സർക്കിൾ. ഇന്നും നമ്മളൊരു ക്രാഫ്റ്റുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പെയിന്റിംഗ് ഒന്നുമല്ല കുപ്പിയിൽ ചെയ്യാൻ പോണത്. ഒരു മഞ്ഞ് വീണ പോലെ ഒരു ഫീല്. അതായത് മഞ്ഞ് വീണാൽ കുപ്പിയിൽ എങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയല്ലേ. അപ്പൊ നമുക്ക് അതെങ്ങനെ കുപ്പിയിൽ ചെയ്യാന്ന് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം അറിയണം. അത് ചെയ്യാൻ വേണ്ട ഒരു സാധനമാണ് എപ്സം സോൾട്ട്. എപ്സം സോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിൽ ഇടുന്ന സോൾട്ട് അല്ല. ഇത് മാഗ്നീഷ്യം സൾഫൈറ്റ് എന്ന് പറയുന്ന സോൾട്ടാണ്. ഇത് കൂടുതലായിട്ട് കാണുന്നത് ഷാംപൂ, അതുപോലെ സ്പായില്, ബാത്ത് സോപ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടുന്ന അതിലൊക്കെ വരുന്ന ഒരു കെമിക്കൽ സോൾട്ടാണ് എപ്സം സോൾട്ട്. അത് റിയാക്ഷൻ ഒന്നും ഇല്ല. മഗ്നീഷ്യം സൾഫേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആരും പേടിക്കേണ്ട, ഒരു റിയാക്ഷനും ഇല്ല. ക്രാഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടയിൽ തന്നെ കിട്ടും ഇത്. അതുപോലെ തന്നെ കാലിൽ നീരുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കാല് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നീർക്കെട്ടൊക്കെ കുറഞ്ഞിട്ട്, അതായത് മസിൽസ് റിലാക്സ് ചെയ്ത് കിട്ടുന്ന ഒരു റിയാക്ഷൻ ഈ സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകും. അത് നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ അതിന് വളപ്രയോഗം നടത്താനായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ്, അതായത് എപ്സം സോൾട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു വളമായിട്ട് എടുക്കാതെ, കാരണം പൂക്കളൊക്കെ ചെടികളിൽ ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഒരു എന്താ പറയാ, ഭക്ഷിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇങ്ങനത്തെ ഒക്കെ യൂസ് ഉണ്ട്. അതുപോലെ നമ്മളിപ്പോ ക്രാഫ്റ്റിലും എടുക്കുന്നുണ്ട്. ക്രാഫ്റ്റിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ ബോൾസിലൊക്കെ ഉള്ളിൽ മഞ്ഞ് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യാറില്ലേ, കാണാറില്ലേ? അപ്പൊ അതൊക്കെ എപ്സം സോൾട്ട് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ ഡോൾസില്, ചെറിയ ചെറിയ ബോൾസില് അതൊക്കെ എപ്സം സോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, നമ്മുടെ സാധാരണ കടയിൽ കിട്ടില്ല. ക്രാഫ്റ്റ് ഒക്കെ വാങ്ങിക്കാനുള്ള കടകളിലൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് എവിടുന്ന വാങ്ങിച്ചെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, കടകളിലൊക്കെ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ നമ്മൾ കുപ്പിയിൽ അലങ്കരിക്കാൻ നോക്കാം. അതിൽ മോഡ്പോജ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ നമ്മുടെ എപ്സം സോൾട്ട് വെതറി കൊടുക്കുക, അതാണ് പരിപാടി. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. പെയിന്റിങ്ങിനേക്കാൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്താലോ? അപ്പം നമുക്ക് തുടങ്ങാം. അതിനായിട്ട് എപ്സം സോൾട്ട് ഒരു പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വൈറ്റ് ക്രിസ്റ്റൽ ഫോമിലാണ്. ഇനി നമുക്കത് വന്നൊരു പാക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിലാണ്, ഈ ഒരു പാക്കറ്റിലാണ് പ്യുവർ എപ്സം സോൾട്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ പാക്കറ്റിലാണ് വന്നത്. അപ്പോൾ വൈറ്റ് ക്രിസ്റ്റൽ ഫോമിലുള്ള ഇത് ഉപ്പിനേക്കാളും കുറച്ചും കൂടെ ഒരു എന്താ പറയുക വലിപ്പമുണ്ട്. എന്ന് വെച്ചാൽ വൈറ്റ് കളർ കൂടുതലാണ്, നല്ല വൈറ്റ് കളറാണ്. കണ്ട സ്നോ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമുക്ക് കുപ്പിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പം നമ്മൾ കുപ്പി കഴുകി വൃത്തിയായി തുടച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലേബല് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ലേബല് പോയി കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത്. അപ്പോൾ നമ്മൾ കഴുകി തുടച്ചെടുത്തു. ഇനി നമുക്ക് മോഡ്പോജാണ് വേണ്ടത്. അതിന് ശേഷം ഈ ക്രിസ്റ്റൽ ഫോമിലിരിക്കുന്ന എപ്സം സോൾട്ട് നമ്മൾ വെതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മോഡ്പോജും എടുക്കുകയാണ്. മോഡ്പോജ് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു വിടർന്ന ഒരു ബ്രഷ് എടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക കുപ്പിയിൽ. എന്നിട്ട് നമ്മൾ എപ്സം സോൾട്ട് ടച്ച് ചെയ്ത് വെതറി കൊടുക്കുക. ഇത് കൈ കൊണ്ട് ഇങ്ങനെ വെതറി കൊടുക്കുക. നമുക്ക് അടുത്തൊരു കുപ്പിയിൽ, ഇത്തിരി വലിപ്പം നീളം കൂടിയ കുപ്പിയാണ്, അപ്പോൾ അതിലും മോഡ്പോജ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ സെയിം അതുപോലെ തന്നെ എപ്സം സോൾട്ട് ആഡ് ചെയ്യാം. ഇപ്പം എപ്സം സോൾട്ട് രണ്ടിലും വെതറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നന്നായിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. അടുത്തൊരു അല്പം കൂടിയ കുപ്പി എടുത്തിട്ടുണ്ട്, നല്ല ഹൈറ്റുള്ള കുപ്പി. അതിലേക്ക് ഡെക്കോപ്പാഷ്, അതായത് പേപ്പർ, നാപ്കിൻ പേപ്പർ ഉണ്ട്. അപ്പോൾ അതെടുക്കുക. അതെന്ന് വെച്ചാൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും എടുക്കുക. ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വൈറ്റ് ആക്രിലിക് പെയിൻറ്റും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ആദ്യം കുപ്പി നന്നായി തുടച്ച് വെച്ചതിന് ഒരു സ്പോഞ്ച് കൊണ്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു കോട്ട് അപ്ലൈ ചെയ്യണുള്ളൂ.
അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. ഇനി നമുക്കിപ്പോൾ കുപ്പി ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാപ്കിൻ പേപ്പർ എടുക്കാം. അത് നമുക്ക് അതിനുള്ളിലൊരു പേപ്പറും കൂടി ഉണ്ട്. അപ്പോൾ അത് ടിഷ്യൂ പേപ്പർ ആണ് ശരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് വിടർത്തി എടുത്തതിന് ശേഷം അത് എടുത്ത് മാറ്റാം. കൈ കൊണ്ടൊന്ന് വിടർത്തി കഴിഞ്ഞാൽ അത് വരും. ഇതുപോലെ വരും. അപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ആ ട്രീനെ നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് കീറിയെടുക്കണം. കത്രിക വേണ്ട, കൈ കൊണ്ട് ഷാർപ്പായിട്ട് വേണ്ട എഡ്ജസ് ഒന്നും. നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കീറി കഴിഞ്ഞാൽ വരും. അപ്പോൾ അത് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് എന്നുള്ള ഒരു പേരിലും പിന്നെ 2 ട്രീയും ഒരു ഫ്ലവറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മോഡ് പോജ് എടുക്കാം. മോഡ് പോജ് ഇപ്പം നമ്മൾ കുപ്പി നന്നായി ഡ്രൈ ആയതിന് മോഡ് പോജ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം മോഡ് പോജ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ മോഡ് പോജ് എന്ന് പറയുന്നത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഗ്ലൂ എടുത്തതിന് ശേഷം അതിലൊരല്പം വെള്ളം ഒഴിച്ചൊന്ന് ബ്രഷ് കൊണ്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ അത് ആയാലും മതിയാകും. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ ആ കുപ്പിയുടെ താഴെയും മുകളിലുമായിട്ട് നമുക്ക് ഈ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കാം. അതിന് മോഡ് പോജ് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ എപ്സം സോൾട്ട് നന്നായിട്ട് വിടർത്തി കൊടുക്കാം. ഇപ്പോൾ എപ്സം സോൾട്ട് ഒരുവിധം അതിൻ്റെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ആ ട്രീമേലൊക്കെ കിടക്കുമ്പോൾ മഞ്ഞ് വീണ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. ഇപ്പോൾ ആദ്യം നമ്മൾ എടുത്തു വെച്ച് ഈ 2 കുപ്പിയിലും ഒന്ന് അലങ്കരിക്കണം. ക്രിസ്മസിനായിട്ടുള്ള അലങ്കാര റിബൺ, ബെറീസൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അലങ്കരിക്കാം. ഇതിപ്പോൾ ഒരു ബെറിയാണ്. ബെറീസിൻ്റെ അത് എന്തെങ്കിലും ബെല്ലോ ബെറീസോ ബട്ടൺസോ ഒക്കെ വെച്ചിട്ട് പൂക്കളോ ഒക്കെ വെച്ച് നമുക്ക് അലങ്കരിക്കാം. അപ്പോൾ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ റെഡ് റിബൺ ചുറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ വെക്കേണ്ട ഫ്ലവർ, റിബൺ അതൊക്കെ ചുറ്റിയതിന് ശേഷം ഇലകളൊക്കെ ഉണ്ട്, ഇലകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അലങ്കരിക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല ഗ്ലൂ ആയാലും മതിയാകും. നന്നായി ഒട്ടിയിരിക്കാൻ വേണ്ടി ഗ്ലൂ ഉപയോഗിച്ചാലും മതിയാവും. സാധാ ഗ്ലൂവിനേക്കാൾ ഒരല്പം നന്നായി ഒട്ടുന്ന ഗ്ലൂ ഉപയോഗിക്കാം. ഇതുപോലെ ഇങ്ങനെ അലങ്കരിച്ചെടുക്കാം. ഒരു റിബൺ ബോയും വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ നമ്മുടെ ചെറിയ കുപ്പി നല്ല ഭംഗിയോടെ അലങ്കരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കുപ്പി എടുക്കാം. അതിൽ നമ്മൾ റിബണിന് പകരം നമ്മൾ ജൂട്ട് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും കയറുകൾ കിട്ടും, ഇങ്ങനെ ഭംഗിയുള്ള കയറുകൾ. അപ്പോൾ അതൊന്ന് വാങ്ങിച്ച് ഞാനിവിടെ റെഡും വൈറ്റുമാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് അലങ്കരിച്ചു. അത് ചുറ്റിക്കൊടുത്തു. ഗ്ലൂ വെറുതെ സാധാ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ചുറ്റിക്കൊടുത്താൽ മതിയാവും. എന്നിട്ട് ആ ബെറീസും ഇലകളും വെച്ചിട്ട് പൂക്കളുണ്ടെങ്കിൽ പൂക്കളും വെച്ചിട്ട് നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഒരല്പം ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഗ്ലൂ ഉപയോഗിച്ചതിന് ശേഷം അതൊന്ന് സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കുപ്പിയും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ അവസാനം ചെയ്തു വെച്ച ആ കുപ്പി, അതിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു കയറ് ചുറ്റിക്കൊടുക്കുകയാണ്. കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ റെഡും വൈറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. കുപ്പിൻ്റെ മുകളിലോട്ട് ചുറ്റി വെച്ചു. ഇനി നമുക്ക് ഇതുപോലെ മറ്റു കുപ്പി ചെയ്ത പോലെ തന്നെ ആ ബെറീസും ഇലയും വെച്ച് അലങ്കരിച്ചു. ഇപ്പോൾ നമുക്ക് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ 3 കുപ്പിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കുക, ഈസിയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.